സ്കോക്ക് ചിന്ന ചിന്ന ആസൈ. റൈറ്റർ ഡയറക്ടർ വർഷ വാസുദേവ്. നല്ല ഒരു ചെറുകഥ വായിച്ച സുഖമുള്ള ഒരു മനോഹരമായിട്ടുള്ള സിനിമ. യാതൊരു ബഹളങ്ങളില്ല, വളരെ സമാധാനത്തിൽ നിമ്മതി. വാരാണസിയാണ് പിന്നെ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സിനിമ കംപ്ലീറ്റ്ലി ഇത് ഒരു ഡേയും ഒരു നൈറ്റും മാത്രം, അത്രയും സമയത്തുള്ള നടക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ ഒരു 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 ഗംഭീര സാധനം. ഇന്ദ്രൻസും അതുപോലെ തന്നെ മധുബാലയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആക്സിഡൻ്റലി ആയിരിക്കില്ല മധുബാലയുടെ ആദ്യ സിനിമയായിട്ടുള്ള സാക്ഷാൽ മണിരത്നത്തിൻ്റെ റോജയിലെ സോങ് ഉണ്ടല്ലോ, സാക്ഷാൽ ARRന്റെ ഫസ്റ്റ് സിനിമ സോങ് ചിന്ന ചിന്ന ആസി, അത് തന്നെയാണ് ഈ സിനിമയുടെ പേര്. ഈ സിനിമ അഭിനയിച്ചിട്ടുള്ളത് ഇന്ദ്രൻ സേട്ടനും അതുപോലെ തന്നെ മധുബാലയാണ്. ഈ ഒരു ക്യാരക്ടർ ഇതിലെ മാഷായിട്ടുള്ള മധു എന്നാണ് തോന്നുന്ന പേര്, ആ മധുമാഷായിട്ട് വേറെ ഒരാളായിരുന്നു അഭിനയിച്ചതെങ്കിൽ വൻ ക്രിഞ്ചായിപ്പോനെ. കാരണം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇന്ദ്രൻ സേട്ടൻ റിയൽ ലൈഫിൽ എന്താണോ പുള്ളി അഭിനയിക്കേണ്ടത്, പുള്ളിയായിട്ട് എനിക്ക് ജീവിച്ചാൽ മതി. അത്രയും വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്, വളരെ നമ്മൾ നന്മവരെന്ന് പറയില്ലേ, പക്ഷെ ലിറ്ററലി നന്മവരമാണ്. അദ്ദേഹത്തെ റിയൽ ലൈഫിൽ അറിയുന്നവർക്ക് അറിയാം ഹിസ് ക്യാരക്ടർ. അതുപോലെ തന്നെയുള്ള ഒരു പ്യുവർ ജം ഓഫ് എ പേഴ്സണാണ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഹി ലിവ്ഡ് ദാറ്റ് ക്യാരക്ടർ. അത് ഭയങ്കര സറ്റിലായിട്ടുള്ള ഇമോഷൻസും ചില മൊമെന്റ്സും, ഇമോഷണൽ ആകുമ്പോൾ ബേസ്റ്റ് ഔട്ട് ആവാതെ കൺട്രോൾഡ് ആയിട്ടുള്ള അഭിനയം അതിഗംഭീരം. ഇന്ദ്രൻ സേട്ടൻ്റെ അഭിനയം അതിഗംഭീരം. ആ ക്യാരക്ടർ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മധുബാലയുടെ ക്യാരക്ടറും ഇതിലധികം ആൾക്കാരൊന്നുമില്ല. ഇതിൽ ഇന്ദ്രൻ സേട്ടൻ, മധുബാല, അതുപോലെ തന്നെ അപർണ ബാലമുരളി ഇന്ദ്രൻ സേട്ടൻ്റെ മകളായിട്ടാണ്, ഡാൻസറാണ്. ഷീ ഓൾസോ ആക്ടഡ് വെൽ. ഡാൻസിങ് ഒക്കെ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ ആ ക്യാരക്ടർ ഭയങ്കര നാച്ചുറലായിരുന്നു. പിന്നെ വിഷ്ണു അഗസ്ത്യ ഒരു സീനിൽ വന്നു പോകുന്നുണ്ട്. ആ സിനിമയെ കുറിച്ച് മൊത്തത്തിൽ പറയുമ്പോൾ ഞാൻ പറയാം, വിഷ്ണു അഗസ്ത്യയുടെ പെർഫോമൻസ് കിട്ടുമായിരുന്നു, ബട്ട് ആ സീനിൻ്റെ റിലവൻസ് ഞാൻ പറയാം. പിന്നെ തമ്പിരാമയ്യ ഒരു കോമിക് റിലീഫ് അല്ലെങ്കിൽ ഒരു കോമഡി എലിമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടർ. ഇത്രയൊക്കെ ആൾക്കാരേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സിനിമ കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ഇൻ വാരണാസി. ആ ഒരു മൂഡ്. പക്ഷെ എനിക്ക് വളരെ പെക്യുലറായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാരണാസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് പല വീഡിയോസിലും പല വ്ളോഗ്സിലും പല ന്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് ഭയങ്കര സെറീനായിട്ട്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട്, അധികം ആളില്ല, ബഹളമില്ല, ഗോരികളില്ല, വൻ കത്തിക്കില്ല. അത് കുറേ ഗേഡ്സ്, ഇതിൽ കുറേ ഗേഡ്സ് ഉണ്ട്. ഗൗരി ഗേഡ്സ് എന്ന് പറയുന്നത് സിനിമയിൽ തന്നെ കുറേ കാണിക്കുന്നുണ്ട്. ദാറ്റ് മേ ബി ഡിഫറെൻറ്റ്. വേരിയസ് ഗേഡ്സ് ആകുമ്പം അതിൻ്റെ നാച്ചുറും അതിൻ്റെ ഒരു പരിപാടിയൊക്കെ മാറുമായിരിക്കും. പക്ഷെ എന്നാൽ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ലീൻനെസ് ഉള്ള സ്ഥലം, നല്ല പ്യുവർ വാട്ടർ, ഒരാളും ബഹളവും ഇല്ല. പിന്നെ ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം അവിടുത്തെ വാർഡ് മെമ്പർ ഒന്നുമല്ലല്ലോ, ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം. പക്ഷെ എല്ലാവർക്കും അറിയാം. അത്രയും കാലം നിന്നുകൊണ്ടായിരിക്കാം അങ്ങനെയൊന്നും ഞാൻ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെ എൻ്റെ കണ്ടപ്പോഴുണ്ടായിട്ടുള്ള സംശയമാണ് ഈ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങിനകത്ത് എനിക്കുണ്ടായിട്ടുള്ള സംശയമാണ്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ, അതിൽ പിന്നെ പ്രായം ചെന്ന ആൾക്കാർ, 50+ ആണ് ഇവരുടെ ഏജ് എന്ന് ഇതിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരസ്പരം കണ്ടുമുട്ടുന്നു. അവർ ദ ഹോൾ ഡേ സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ ഒരു നൈറ്റും കൂടെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പം ഈ മനുഷ്യൻ്റെ, ഞാൻ പറയാം, പെരിയ ഉലകം എന്ന് പറയാൻ കാരണം, ഇപ്പം മനുഷ്യൻ്റെ രണ്ട് വ്യക്തികൾക്ക് തമ്മിലുണ്ടാകുന്ന ഒരു ആത്മബന്ധം, അല്ലെങ്കിൽ ഒരു കണക്ഷൻ, നമുക്കൊരു പെട്ടെന്നൊരു കണക്ഷൻ, സ്പാർക്ക് ഫീൽ ചെയ്യില്ലേ? അതിന് ഒരുപാട് കാലങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങളൊരാളെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുകയാണ്. ഫസ്റ്റ് ടൈം കണ്ടിട്ട് അയാൾ നിങ്ങളിൽ നിന്ന് ഫിസിക്കലി അകന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബായ് പറയുമ്പോൾ, മനസ്സിലായോ? അപ്പോൾ ആ സമയത്ത് ഒരുമാതിരി പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ലവ്. നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ ഉണ്ടാവും ആൾ പോകുന്ന സമയത്ത്. യു കാണ്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. അത് നിങ്ങൾക്ക് വിവരിക്കാൻ പറ്റില്ല, വാക്കുകൾ കൂടെ വിവരിക്കാൻ പറ്റില്ല. അതിന് ഏജില്ല, ലാംഗ്വേജ് ഇല്ല, കൾച്ചറില്ല, ജെൻഡറില്ല, ഒന്നുമില്ല. അതായത് രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നു, കണ്ടിട്ട് മറ്റേയാൾ കുറച്ച് അവേഴ്സിന് ശേഷമായി കഴിഞ്ഞാൽ പോലും
മറ്റേയാൾ പോകുന്ന സമയത്ത് ഇഫ് യു ഫീൽ ദാറ്റ് പെയിൻ ദാറ്റ്സ് ലവ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡയറക്ടർ റൈറ്റർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫായിസ് സിദ്ദിഖാണ് ഇതിൻ്റെ DOP, റെക്സൺ ജോസഫ് എഡിറ്റിംഗ്. അതായത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന, കാരണം ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ. മോസ്റ്റ്ലി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദീസ് ടു, ഇന്ദ്രൻസ് ആൻഡ് മധുബാല. അപ്പോൾ ഇതിൽ മോസ്റ്റ് ഓഫ് ദി ടൈം എന്താണ്, സ്റ്റഡി ക്യാമാണ്. ഇദ്ദേഹം ഫായിസ് സിദ്ദിഖ് നല്ലോണം നടന്നിട്ടുണ്ട്. കുറേ പുള്ളി കിലോമീറ്റേഴ്സ് നടന്ന് കാണും. അതും പുറകോട്ട്. കാരണം ഇവരിങ്ങനെ ഫോളോ ചെയ്യുക, പിന്നെ ഇങ്ങനെ ബാക്കോട്ട് പോകും. ഇത് തന്നെ പുള്ളി ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് അറിയുന്നവർക്കേ അത് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ സാധാരണ ഒരു സിനിമ കാണുന്ന പ്രേക്ഷകന് അതൊന്നും ചിന്ത പോകില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെന്റ്, അവരെ കൂടെ നമ്മൾ നടക്കുന്നതായിട്ടുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ, ആ ഒരു ഇമോഷണലി കണക്ട് ആവാൻ അദ്ദേഹത്തിന് DOP പരിപാടി. ഓഫ് കോഴ്സ് ഡയറക്ടറാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഫായിസ് സിദ്ദിഖ് നന്നായിട്ട് പിന്നെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞത് ഡേ ആൻഡ് നൈറ്റ്. ഡേയിൽ ഭയങ്കര ബ്രൈറ്റ് ആണ്. ആ ഒരു വാംത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഡേ ലൈറ്റിന്റെ വാംനെസ് അവിടെയുള്ള ആ ഒരു പരിപാടി ഡേ ടൈമിൽ. നൈറ്റ് ആകുമ്പോൾ നൈറ്റ് ലൈഫിന്റെ ആ ഒരു സാധനം, ലൈറ്റിങ്, ചില വൈറ്റ് ഷോട്ട്സ്, അങ്ങനെ ചില ഏരിയൽ ഷോട്ട്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റർക്ക് ഒരുപാട് ഗിമ്മിക്സ് ഒന്നും കാണിക്കേണ്ട ആവശ്യമുള്ള സിനിമയല്ല. ആ ഇമോഷണലി ഇങ്ങനെ സീൻ ബൈ സീൻ കണക്ട് ചെയ്ത് പോകാനുള്ള പരിപാടി ചെയ്താൽ മതി. ഇതിൽ ഇന്റർവെൽ സീനിന്റെ ആ ഒരു ദ വാക്ക് ഓഫ് ഇന്ദ്രൻസ്, കഴിഞ്ഞ ദിവസം ബാലനിൽ ഞാൻ ഓട്ടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ലാസ്റ്റ് ഓടുന്നു പറഞ്ഞല്ലോ. ആ ഓട്ടം കാണാൻ വേണ്ടി മാത്രം ഒന്നുകൂടെ ഞാൻ ബാലൻ കാണുക, അത് വേറെ കാര്യം. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇന്ദ്രൻസിന്റെ ഒരു വാക്ക് ഉണ്ട് ഒരു ഇന്റർവെല്ലിന്റെ സമയത്ത്. അത് ഗംഭീര ഒരു സീനായിരുന്നു. പിന്നെ വിത്ത് ദാറ്റ് ഗോവിന്ദ് വസന്ത, വാട്ട് എ മ്യൂസീഷ്യൻ. അദ്ദേഹം വളരെ, അതായത് ഒരു കൾച്ചറലി ബ്ലെൻഡഡ് ആണ്. ആ ഒരു വാരണാസിയുടെ സാധനം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈസ് ബേസിക്കലി വയലിനിസ്റ്റ്. അതുകൊണ്ട് വയലിൻ്റെ പരിപാടി പല സീൻസും വയലിനിൽ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഓൾസോ പ്ലസ് ഫ്ലൂട്ട്. അങ്ങനെ ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ ഗോവിന്ദ് വസന്ത മാജിക്. ഇനി മധുബാലയുടെ ക്യാരക്ടർ പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ അവരുടെ ഒരു ജേണി ഉണ്ടല്ലോ. ഇവരുടെ പേര് ലീല എന്നാണ്. അതിൽ കുട്ടി ലീല എന്ന് അവർ പറയുന്നുണ്ട്. അതായത് ചൈൽഡ്ഹുഡ് മുതലുള്ളവരുടെ ഒരു ജേണി എടുത്ത് നോക്കുമ്പോൾ ഇവർ ഒരു ഇൻസ്റ്റൻസിൽ ഒരു ദൈവത്തെ ഞാൻ കാണുകയാണ്, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലൈഫ് തന്നു എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. ഭയങ്കര ഒരു ട്രോമാറ്റിക് ലൈഫ് ലീഡ് ചെയ്തിട്ടുള്ള ആളാണ് ഡ്യൂ ടു ഹെർ ഫാമിലി ലൈഫ്. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൃത്യമാണ് മനസ്സിലാവും. ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഷീ ഹാസ് ട്രോമ ബോണ്ടിങ്. കാരണം ഹസ്ബൻഡ് അത്രയും ടോക്സിക് ആണ്, റിലേഷൻഷിപ്പ് ടോക്സിക് ആണ് അറിഞ്ഞിട്ടും ഷീ കുഡിൻ ലീവ്. പിന്നെ ഇവർ ഒരു വിക്ടിം മെന്റാലിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഡയലോഗ്സും ഇവരുടെ ക്യാരക്ടറിനും ഞാൻ മനസ്സിലാക്കുന്നത് ഭയങ്കര വിക്ടിം മെന്റാലിറ്റിയാണ്. എല്ലാം ഇവർ വിക്ടിമായി അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവരെല്ലാം സംസാരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ, സൈക്കോളജിക്കലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്ണു അഗസ്തിയുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ പുള്ളി ഓൾ ഓഫ് എ സഡൻ അവിടെ നിന്ന് വെച്ച് കണ്ടുമുട്ടാണ് വാരണാസിയിൽ. പുള്ളി പെട്ടെന്ന് അങ്ങ് ഓപ്പൺ അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഒരു കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആവുന്നത് ആ ഒരു സെറ്റിങ്ങിനകത്ത് വരുന്ന പോകുന്ന ക്യാരക്ടേഴ്സൊക്കെ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ചെയ്യുക. കാണുമ്പോൾ തന്നെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളങ്ങ് സംസാരിക്കുക. അതെന്താണ് അങ്ങനെ ഉണ്ടോ? അപ്പം പുള്ളിയുടെ വൈഫിൻ്റെ കാര്യം ഒരു പോസ്റ്റ്മോർട്ടം ഡിസോർഡർ ഉള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ വൈഫ് അങ്ങനെ സൂയിസൈഡ് ചെയ്തായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം പുള്ളി ഭയങ്കര കിടുവായിട്ടാണ് വിഷ്ണു അഗസ്തി അത് റെൻഡർ ചെയ്തിരിക്കുന്നത്, അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഫില്ല് ചെയ്താണ്, നമ്മൾ ഫില്ലേഴ്സ് യൂസ് ചെയ്യില്ല. അതുപോലെ അങ്ങനെ ഒരു ക്യാരക്ടറിനോട് കൊണ്ടുവന്ന് ഫില്ല് ചെയ്താണ്. വെറുതെ വെള്ളം അടിക്കുന്ന ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അയാളും ലൈഫിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുക. അങ്ങനെ കുറേ ഫിലോസഫിക്കലായിട്ടുള്ള പിന്നെ കുറേ സംഭവമുണ്ട്. പിന്നെ എനിക്ക് ഈ മധുബാലയുടെ ക്യാരക്ടർ ഇൻറ്റൻസായിട്ട് അറ്റാച്ച്ഡ് ആയതും പല കാര്യങ്ങളും കൺഫേസ് ചെയ്യുന്നതും സ്റ്റോറീസ് പറയുന്നതും സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഇറ്റ് വാസ് ഓൾ ഗുഡ്. പക്ഷേ ഇതിൽ ജാഫറിനെ അറിയാം, നമ്മുടെ വിക്രത്തിലെ മറ്റേ കമ്പാരിറ്റീവ്ലി ഹൈറ്റ് കുറഞ്ഞ പുള്ളി. അപ്പം ജാഫറിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്നത് തന്നെ ഒരുമാതിരി ഒരു ട്രിക്കി ക്യാരക്ടറായിട്ടാണ്. അങ്ങനെ ട്രിക്കി ക്യാരക്ടറായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ആളെടുത്ത് ഈ സ്ത്രീ അപ്പം തന്നെ ഓപ്പൺ അപ്പ് ചെയ്യുക, ഇവരെ എല്ലാ പ്രശ്നങ്ങളും പറയാം. ദാറ്റ് വാസ് നോട്ട് നാച്ചുറൽ. അവിടെ ഇല്ലെങ്കിൽ ഈ സ്ത്രീക്ക് തലയ്ക്ക് വല്ല അസുഖമാണ്, തകരാറുള്ള സ്ത്രീ ആയിരിക്കണം. കാണുന്നവരൊക്കെ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആകുക, അങ്ങനെ ചില അസുഖമുള്ള ആൾക്കാരുണ്ടല്ലോ. എല്ലാം തുറന്നു പറയുക, അതായത് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് അറ്റാച്ച്മെന്റ് കാണിക്കുക. അല്ലാതെ എങ്ങനെയാ പിന്നെ ആ സ്ത്രീ അപ്പം തന്നെ ജാഫറിന്റെ ക്യാരക്ടറിന്റെ അടുത്ത് അങ്ങനെ അത് പിന്നെ കയ്യിൽ നിന്ന് പോയ പോലെ എനിക്ക് തോന്നിയിരുന്നു. ബട്ട് ദ ഡയറക്ടർ മാനേജ് ദാറ്റ്
കുറച്ച് സീൻസ് കഴിഞ്ഞപ്പോഴേക്കും ജാഫറിന്റെ ക്യാരക്ടർ എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അത് മാനേജ് ചെയ്തു. ബട്ട് സ്റ്റിൽ ആ സമയത്ത് എനിക്കിത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇൻസിഡൻസസ് ഒക്കെ ഉണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫിലിം. ഭയങ്കര സമാധാനമുള്ള, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള. പിന്നെ ഇതിൽ എന്നെ ഹഠാതാകർഷിച്ച മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമയ്ക്കകത്തായി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും റിപ്പീറ്റഡ്ലി കാണുന്ന സീൻസ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ഫുഡ് അടിക്കുന്ന സീൻസും അതുപോലെ തന്നെ മെഡോ വെള്ളമടിക്കുന്ന സീൻസുമാണ്. അപ്പോൾ ഇതിൽ വാരണാസി എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ കുറേ ഫുഡ് കൾച്ചർ ഉണ്ടല്ലോ. അവിടുത്തെ ചായ, വാരണാസിയിലെ ചായ, അവിടുത്തെ മസാല ദോശ, അവിടുത്തെ മട്ടൻ ബിരിയാണി, അവിടുത്തെ ലസ്സി, അവിടുത്തെ നൈറ്റ് ലൈഫിൽ ഉണ്ടാകുന്ന ദോശയും ചട്നിയും, അങ്ങനെ പറയാം. അതായത് എനിക്ക് ഫുഡ് വ്ളോഗ് ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫുഡ് വ്ളോഗ് കാണണം. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ എം വാച്ചിങ് മൃണാൾ. ഏത് ഫുഡാണ് ഞാൻ കഴിക്കുന്നത്, ഞാൻ വീറ്റ് പൊറോട്ടയും മീൻ കറി കഴിക്കുന്നെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യും മൃണാൾ വീറ്റ് പൊറോട്ട അല്ലെങ്കിൽ മൃണാൾ പൊറോട്ട ആൻഡ് ഫിഷ് കറി. ഇതിൽ ഒരേ വീഡിയോ തന്നെ പലവട്ടം ഞാൻ കാണുന്നുണ്ട്. ഐ ഹാവ് ടു ഗെറ്റ് സം ഡോളേഴ്സ് ഫ്രം യു മിസ്റ്റർ മൃണാൾ. അപ്പോൾ അങ്ങനെ ഒരു ഫുഡ് പണ്ടൊക്കെ ആകുമ്പോൾ മൊബൈലിലെ സമയത്ത് പണ്ട് ബാലരമയും ബാലമംഗളം നമ്പൂതിരി കഥയും അതിൽ നമ്പൂതിരിമാരിങ്ങനെ വെട്ടി ഒഴുകുന്നത് കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഞാൻ വിഷയം നിന്ന് മാറി. അപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു 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 നല്ലൊരു ഷോർട്ട് സ്റ്റോറി വായിച്ചതുപോലെ ഒരു സമാധാനമുള്ള, അങ്ങനെ കണ്ടിരുന്നിട്ടുള്ള ഇന്ദ്രൻ സേട്ടൻ്റെ ഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു സിനിമ. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. അത് ക്ലൈമാക്സ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ, പക്ഷെ അത് ക്ലീഷേ ആയിരിക്കാം, പക്ഷെ അങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെ അവസാനിക്കാവൂ അത്. ഇല്ലെങ്കിൽ എന്തോന്നോ, ലൈഫ് അങ്ങനെയല്ലല്ലോ, ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് ഫെയർ. അപ്പം അങ്ങനെ ക്ലൈമാക്സ് അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചത്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സിനിമ കാണാൻ. സൺഡേ ആയതുകൊണ്ടായിരിക്കാം മേ ബി. കുറേ ഇപ്പം വീട്ടിൽ മക്കളൊക്കെ വിദേശത്തുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം ഒരുമിച്ച് ജീവിക്കുന്ന, അവരുടെ ജീവിത സായാഹ്നം ഒരുമിച്ച് ചെലവിടുന്നു, വേറെ മക്കളൊന്നുമില്ല, മരുമക്കളൊന്നുമില്ല, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, കപ്പിൾ, സീനിയർ സിറ്റിസൺസ്, അങ്ങനെ കുറേ പേര്, പ്രായ കുറേ ആൾക്കാർ, അങ്ങനെ കുറേ അവരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അവർക്ക് ഈസിലി കണക്റ്റ് ആവും അവർക്ക്. അപ്പം അങ്ങനെയുള്ള വളരെ ശാന്തമായിട്ടുള്ള ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട്, പലതരം മനുഷ്യരുണ്ട്. അവരെല്ലാം കണക്ട് ചെയ്യുന്ന എന്തോ ഒന്നുണ്ട്, ലൈക്ക് ലവ് എന്ന് പറയുന്ന ഒരു സാധനം അടിവരിട്ട് പറയുന്ന ഒരു മനോഹര സിനിമ. ചിന്ന ചിന്ന ആസൈ പെരിയ പെരിയ ഉലകം.